ലെവനാണ് തെള്ളിച്ചെമ്മീൻ. എല്ലാവർക്കും V4V വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വരാപ്പുഴയ്ക്കടുത്ത് കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. അവിടുത്തെ കടമക്കുടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത നല്ലൊരു പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് കടമക്കുടിയിലെ. നല്ല വിഷ്വൽസും കാഴ്ചകളിലേക്കും കാര്യങ്ങളിലേക്കും ഓക്കെ. ഞങ്ങൾ പതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളെല്ലാം നമുക്ക് കണ്ടിട്ട് വരാം. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം കരിങ്ങാച്ചിറ എത്താറായി. എത്ര നേരം എടുക്കും നമുക്ക് അവിടെ വരെ എത്താൻ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൂണിത്തറ വൈറ്റില വഴിയൊക്കെ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ബ്ലോക്ക് അല്ലേ, അതുകൊണ്ട് ഇപ്പോൾ അവിടെ മെട്രോന്റെ പണിയൊക്കെ നടക്കുന്ന കാരണം ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സീപോർട്ട് എയർപോർട്ട് റോഡ് വഴി പോയി കളമശ്ശേരി വഴി വരാപ്പുഴ. ആക്ച്വലി എന്റെ ഫ്രണ്ടിന്റെ വീട് വരാപ്പുഴയുണ്ട്, വിനോദ് എന്നാണ് പേര്. അപ്പോൾ പുള്ളി നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യണ്ടല്ലോ? ആ, പുള്ളി ജോയിൻ ചെയ്യുന്നുണ്ട്. പുള്ളി പറഞ്ഞൊരു സ്ഥലമാണ്, ഇങ്ങനെ കുറെ നാളായി ഇങ്ങനെ പോണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ അന്ന് അതൊരു വീഡിയോ എടുത്തേക്കാം, നിങ്ങളെ കാണിക്കാം എന്ന് കരുതി. അവിടെ എന്തൊക്കെ ഉണ്ടാവും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അവിടെ പോയി നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആയ പലതും ഉണ്ടാവുമായിരിക്കും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ ഹിൽ പാലസിൻ്റെ സൈഡിൽ കൂടിയാണ്. ഹിൽ പാലസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ കൊച്ചി രാജാവിൻ്റെ വസതിയായിരുന്നു. നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മതിൽ ഹിൽ പാലസിൻ്റെ മതിലാണ്. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും സൂപ്പർ ഹിറ്റായ നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച മണിച്ചിത്രത്താഴ്, അതുപോലെ ലാലേട്ടൻ തന്നെ മൂന്നാം മുറ, അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. കോവിഡൊക്കെ മാറിയിട്ട് നമുക്ക് ഒരിക്കലും വന്നത് ഷൂട്ട് ചെയ്യാം. പിന്നെ നമുക്കിപ്പോൾ യാത്രകളൊക്കെ പോയാൽ കാണാൻ പറ്റുന്ന ഒരു മെയിൻ സംഭവമാണ് വഴിയോര കച്ചവടക്കാർ. ഇപ്പോൾ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടു. ഈ കൊറോണ സമയത്ത് ഒരുപാട് പേരുടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ, അതുപോലെ ദിവസക്കൂലി കിട്ടുന്ന ആൾക്കാരുടെ എല്ലാം ജോലി നഷ്ടമായിട്ട് അവർ റോട്ടിൽ കച്ചവടങ്ങൾ ഓരോന്നും തുടങ്ങിയിരിക്കുകയാണ്. ചിപ്സ്, പിന്നെ അതുപോലെ കശുവണ്ടി, കാഷ്യൂനട്ടൊക്കെ ഒരു 100 മീറ്റർ ഇടവിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ട ചിപ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ തൊഴിൽ നഷ്ടപ്പെട്ട് വന്നേക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതിനൊക്കെ ഒരു ശമനം ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാം ബാക്ക് ടു നോർമൽ ആവും എന്ന് പ്രതീക്ഷിക്കാം. അവിടെ അതെ ആയാലേ നമുക്ക് ഈ പഴയതുപോലെ കാര്യങ്ങളൊക്കെ. നമുക്കൊന്ന് പുറത്തിറങ്ങാൻ പേടി, എന്തെങ്കിലും ചെയ്യാൻ പേടി, എവിടെയെങ്കിലും പോകാൻ പേടി. കൊറോണയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല. എത്ര നാൾ അടച്ചിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും വേണം, അതിനൊപ്പം നമ്മൾ നമ്മുടെ പ്രിക്കോഷൻസ് എല്ലാം എടുക്കുകയും വേണം. സേഫ്റ്റി കാര്യങ്ങളും നോക്കുകയും വേണം. ഇപ്പൊ നമ്മള് കളമശ്ശേരിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലം കണ്ടോ, നല്ല രസമില്ല. നമ്മൾ ഈ തമിഴ്നാട്ടില് ഒട്ടുമിക്ക റോഡുകളിലും നമ്മളിങ്ങനെ കാണാറുണ്ട്, രണ്ട് സൈഡിലും ധാരാളം മരങ്ങൾ തണല് തരുന്ന, റോഡിന് നന്നായിട്ട് തണല് തരുന്ന രീതിയിൽ നല്ല സുഖമാണ് അതിൽ കൂടെ ഒക്കെ പോകാനായിട്ട്. ആ ഒരു പ്രതീതിയാണ് എനിക്ക് ഇതിൽ കൂടെ പോകുന്ന ഫീൽ ചെയ്യുന്നത്. നൈസ് മൂഡ്. എന്തൊക്കെയുണ്ട് മാൻ വിശേഷം, എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷം, എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷം, പറ എന്തൊക്കെയുണ്ട് വിശേഷം, എന്തൊക്കെയുണ്ട് മാൻ വിശേഷം, എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷം, എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷം, പറ എന്തൊക്കെയുണ്ട്. നമ്മുടെ വരാപ്പുഴ പാലത്തിലെത്തി. ചേട്ടൻ ഫ്രണ്ട് ജോയിൻ ചെയ്യണ്ടല്ലേ? അവന്റെ വീട്ടിൽ പോയി നമുക്ക് അവനെ എടുക്കാം. നമ്മള് വരാപ്പുഴ കടമക്കുടി റോഡിട്ട് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ചേട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ചേട്ടൻ്റെ വീടാണിത്. ആള് ഡ്രസ്സ് ഞങ്ങളിപ്പോ വന്നപ്പോഴാണ് ആള് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായത്. എത്ര നേരം വിളിച്ചു പറഞ്ഞാന്നറിയാം. ഇവിടെ തിരിക്കാം. അങ്ങനെ ഞങ്ങളുടെ വിനോദ് എത്തിയിരിക്കുകയാണ്, നമ്മുടെ ഫ്രണ്ടാണ്. അവനോട് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞേടാ ഞാൻ ഇന്ന സമയത്ത് എത്തും എന്ന് പറഞ്ഞ് ഇത് അവൻ ഇപ്പോഴാണ്, ഞങ്ങൾ വന്നപ്പോഴാണ് അവൻ സെറ്റായി നിൽക്കുന്നത്. ഞങ്ങൾ വന്നപ്പോഴാണ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആള് സെറ്റായത്. എടാ കടമക്കുടിയില് ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ? കടമക്കുടി ഇവിടെ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉള്ളു. ആണോ? ഇപ്പൊ അതിന് ആൾക്കാരൊക്കെ വരുന്നുണ്ടോ അവിടെ? പിന്നെ ആക്ച്വലി ടൂറിസ്റ്റ് സ്പോട്ടാണ്. പിന്നെ കൂടുതലും ഈ ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ഏരിയ ഇതുണ്ട്. വെഡിങ്, പിന്നെ സിനിമാക്കാരുടെ പോർട്ട്ഫോളിയോ. എന്റെ ഒരു അഭിപ്രായത്തിൽ ഹെലിക്യാമൊക്കെ ഉണ്ട്, അടിപൊളിയായിരിക്കും. അടിപൊളി പൊള്ളിയായിട്ട് എടുക്കാം. ഇപ്പൊ തൽക്കാലം നമ്മുടെ ഹെലിക്യാമൊന്നുമില്ല. ഹെലിക്യാമൊക്കെ ഉള്ള ഒരു സമയത്ത് നമുക്ക് വീണ്ടും വന്ന് അടിപൊളിയായിട്ട് എടുക്കും. അതെ അതെ. ചേട്ടൻ പോയിട്ടുണ്ടോ കുറെ വേണം? ഞങ്ങൾ ഡെയിലി പോകാറുള്ളതാണ്. ഇവിടുന്ന് നമ്മള് അവിടെ തൊട്ടടുത്ത് പോകുന്ന പോലെ. ഇപ്പൊ നമ്മളിപ്പോ കടമക്കുഴി എൻ്റർ ചെയ്തല്ലേ? ശരിക്കും വരാപ്പുഴയിൽ നിന്ന് കറക്റ്റ് 4 കിലോമീറ്റർ.
വരവായി കോവിഡ് മാറി നാട് ഭരിക്കും രാജകുമാരി നാടാകെ മാറി നാടിനെ മാറ്റിമറിച്ചു കോവിഡ് മാറി നാടെങ്ങും വ്യാപനമായി വൈറസിൻ രാജകുമാരി. അപ്പോൾ ഇത് നമ്മുടെ കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടോ, ഒന്നും പറയാനില്ല. കണ്ടോ? ഇതൊരു വഴി കാണുന്നുണ്ട്, നമുക്ക് ഇതുവഴി ഒന്ന് പോയി നോക്കാം. ഉഗ്ര സ്ഥലമാണ് കേട്ടോ അല്ലേ? അത് കണ്ടോ, നല്ല രസമായിട്ടിരിക്കുന്നു. നടക്കാം. ഇതിന് മിനി കുട്ടനാട് എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ അല്ലേ? അങ്ങനെ ഒരു പേരും കൂടി ഇല്ലേ? കുറെ ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ചേട്ടൻ അറിയോ അതിന്? കുറച്ചൊക്കെ ഉണ്ട്. ലൂക്ക, പിന്നെ യമണ്ടം പ്രേമകഥയുടെ കുറെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ദിലീപിന്റെ ഒരുപാട് സിനിമകൾ, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, ക്രേസി ഗോപാലിനൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെമ്മീൻ കെട്ടാണോ? ഇതൊക്കെ കെട്ടാണോ? ചെമ്മീൻ കെട്ടും, മീൻ കെട്ട്, അങ്ങനെ. ഓക്കെ. ഇതൊക്കെ ഓരോരുത്തരുടെ പ്രൈവറ്റ് അതാ. ഇത് കുറച്ചൊക്കെ അമ്പലങ്ങളുടെ 1-2. ഓക്കെ ഓക്കെ. വിഷക്കായ? അയ്യോ വേണ്ട. ചൂണ്ടയൊക്കെ ഇടുക കാര്യം? ചൂണ്ട രാവിലെ വീശലൊക്കെ ഉണ്ട്. വീശൽ നമുക്ക് കാണാൻ പറ്റുമോ ഇവിടെ? രാവിലെ വന്നാൽ കാണാൻ പറ്റും. ഒന്നും പറയാനില്ല അല്ലേ? അതെ, പൊളിച്ച് ബ്യൂട്ടി അതാണിത് അല്ലേ? നേച്ചർ ബ്യൂട്ടി. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത്. എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ആദ്യമായിട്ടാണ്. പക്ഷെ എത്രത്തോളം ക്യാമറയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണമെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യും. നമ്മുടെ കണ്ണുകൊണ്ടുള്ള വ്യൂ ഒരു രക്ഷയില്ല. നേരത്തെ വരണ്ടേ, നമ്മൾ ഈ എറണാകുളം ജില്ലയിൽ കിടന്നിട്ടേ. നമ്മുടെ വണ്ടി കിടന്നാണ്. വീഡിയോ ഒക്കെ എടുത്ത് തളർന്ന് മിസ്റ്റർ വിശ്വരാജ് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു ഏറുമാടമാണ് മുകളിൽ സെറ്റ് ചെയ്തേക്കണത്. പ്രത്യേകിച്ച് ഏണിയോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ? അക്കരയിൽ നമുക്ക് കുറച്ച് മാടങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി ഒരു വള്ളം കിടക്കണുണ്ടോ? ആഹാ. കുറച്ച് ഞണ്ടുകൾ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ബണ്ട് കാണാൻ പറ്റും. ഇത് അപ്പുറത്തെ കെട്ടിന്ന് വെള്ളം ഇങ്ങോട്ട് മാറ്റുന്നൊരു പ്രോസസ്സാണ് അല്ലേ? വലയിട്ടേക്കണ മീനുണ്ടെങ്കിൽ അതിൽ തങ്ങിക്കോളും. ഓ, ഈ ഇട്ടേക്കുന്ന വലയിലേക്ക് അപ്പുറത്തുനിന്ന് വരുന്ന വെള്ളത്തിൽ മീനുണ്ടെങ്കിൽ അതിനകത്ത് തങ്ങിക്കോളും. ഓ, അടിപൊളി. നല്ല നല്ല കാഴ്ചകളാട്ടോ, നല്ല നല്ല അടിപ്പം കാഴ്ചകളാണ്. വെള്ളം നല്ല കളകള ശബ്ദത്തോടു കൂടി ഒഴുകുകയാണ്. വെള്ളത്തിൻ്റെ സംഗീതം നമുക്കിവിടെ കേൾക്കാം. ആഹാ.
ഇതെന്താ ഇപ്പോൾ പരിപാടി? ചെമ്മീൻ പിടിക്കണോ? ഓക്കെ. നമ്മുടെ ചേട്ടൻ ചെമ്മീൻ പിടിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അപ്പുറത്തെ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അപ്പുറത്തെ കെട്ടിന്ന് വരുന്ന വെള്ളമാണ്. ഇവർ ഇതിൻ്റെ കുറുകെ ഒരു വലയിട്ടുണ്ട്. ഇതിനകത്ത് ചെമ്മീനും മറ്റും ഇതിനകത്ത് തടയും. ചെമ്മീൻ കെട്ടാണ് അപ്പുറ സൈഡിലുള്ളത്. ഷട്ടർ അടയ്ക്കുകയാണോ ചേട്ടാ? ഷട്ടർ അടയ്ക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇടുമോ അതോ രാവിലെയോ? ഇവിടെ അടുത്ത വേറൊരു ബണ്ടുണ്ട്. ആ ബണ്ടിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൈ കാണുന്ന വലയാണ്. ഇതിനകത്താണ് ചെമ്മീനുകൾ വന്ന് കയറും. മെയിനായിട്ട് ഇവിടെയുള്ള തെള്ളിച്ചെമ്മീനാണ്. നമ്മൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് അറിയാൻ കഴിയുക. വേറെ മറ്റ് മീനുകളൊന്നും ഇല്ലല്ലോ ഇവിടെ. കൊഴുവുണ്ടല്ലേ? ഇത് ഷട്ടർ അടയ്ക്കുകയാണ്. ചേട്ടാ ഇങ്ങനെ ഷട്ടർ അടയ്ക്കണ എന്തിനാട്ടാ? ആ പായലല്ലേ? ഓ അത് വന്നു കഴിഞ്ഞാൽ വലയിൽ മൊത്തം അത് കുടുങ്ങുമല്ലേ? ഓ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവർ ഷട്ടർ അടയ്ക്കുന്നത്. ശരിക്കും സീസൺ എപ്പോഴാട്ടാ? ഏത് മാസം? നവംബർ 1 മുതലാണല്ലേ? ഓക്കെ ഓക്കെ. ഓ ഇപ്പോൾ ആക്ച്വലി നമ്മൾ വന്ന സമയം സീസൺ അല്ലെന്നാണ് പറയുന്നത്, ഓഫ് സീസണാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നവംബർ 1 മുതൽ അല്ലേ? ഓക്കെ ഓക്കെ. ആ ചേട്ടൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നോക്കാം. ഇതെന്ത് ചെയ്യോട്ടെ ഇപ്പൊ? എന്തോ കേട്ടില്ലേട്ടാ? ഓക്കെ, തിരഞ്ഞെടുക്കുവാണല്ലേ? ചേട്ടൻ്റെ പേരെന്താണ്? വേണു. ഓക്കെ. ചേട്ടൻ്റെ സ്ഥലം ഇവിടെ തന്നെയാണോ? ആ ഹാ ഓക്കെ ഓക്കെ. ഓ ഇതാണ്ട് ചേട്ടൻ എങ്ങനെയാ മാർക്കറ്റ്? ആ ഇതിനിപ്പോൾ എന്ത് വില ഉണ്ട് ചേട്ടാ? ഓ 150 രൂപ വരെ. ഇതാണ് തെള്ളിച്ചെമ്മീൻ. ചെമ്മീൻ പല പല വെറൈറ്റീസ് അല്ലേ?
കാരച്ചെമ്മീൻ, കുറേ സാധനമൊക്കെ. നാരഞ്ചെമ്മീൻ, അതെ അതെ. ഇതെങ്ങനെയാണ്, വിലയുള്ള ടൈപ്പാണോ? ഇത് ഏറ്റവും വില കുറഞ്ഞതിൽ ഉള്ളതാണ്. ഓ, വില കുറഞ്ഞ ടൈപ്പാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൻ്റെ കൂട്ടത്തിലൊരു മീൻ കിടക്കണ്ടല്ലോ. അതൊരു പൂള. ഓക്കെ, ചേട്ടൻ എല്ലാ ദിവസവും വന്ന് ഇടാറുണ്ടോ വില? നമ്മൾ ഇത് പാട്ടത്തിന് എടുക്കുന്നതാണ്. ഓക്കെ ഓക്കെ. ഇവിടെ ചെമ്മീൻ മാത്രമേ ഉള്ളൂ, വേറെ മീനൊന്നുമില്ല? മീൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ഓ, വേറെ മീനൊന്നുമില്ല അല്ലേ? വേറെ മീനൊന്നും ഇപ്പം ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഈ തെള്ളിച്ചെമ്മീൻ മാത്രമേ ഉള്ളൂ അല്ലേ? ആ, തെള്ളിയും പിന്നെ രാത്രി ആകുമ്പോൾ ചൂടും കിട്ടും. ഇപ്പോൾ പകലായതുകൊണ്ടാണ് ഈ ഇത്. ഓക്കെ ഓക്കെ. ജീവനുണ്ട് കേട്ടോ, ജീവനുണ്ട് ഇതിന്. അവിടെ കിടന്ന് മറിയാനുണ്ട്. അടിപൊളി. ഇതാണ് തെള്ളിച്ചെമ്മീൻ. അപ്പോൾ ശരി ചേട്ടാ, താങ്ക് യു. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? വേണു. വേണു. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ടാവും, യൂട്യൂബ് V4V വ്ളോഗ്സ്. ഓക്കെ, മക്കളോടൊക്കെ പറഞ്ഞു ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, V4V വ്ളോഗ്സ്. അടിച്ചാൽ മതി. അപ്പോൾ ചേട്ടൻ എല്ലാം കാണാൻ പറ്റും. ഓക്കെ, നാളെയല്ലേ മറ്റന്നാൾ ഒരു വീഡിയോ. ഓക്കെ, ശരി ശരി. ഓക്കെ. വിദൂരതയിലേക്ക് കണ്ണു നട്ടു നിൽക്കുന്ന വിനോദിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആള് നിസ്സാരക്കാരല്ല കേട്ടോ, ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാൻ പോവാണ് അടുത്തത്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി ഒന്ന് പറയാം. ഷോർട്ട് ഫിലിം എന്താ നിന്റെ ഷോർട്ട് ഫിലിം പദ്ധതികളൊക്കെ എന്തായി? എഴുതിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊരു പാട്ട് പാടാൻ അവസരം നൽകുമോ? പാട്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇല്ല. കൂട്ടുകാരന് വേണ്ടി തിരികെ കയറ്റണ പാട്ട്. ത്രില്ലിംഗ് ആണെന്ന് പറയുന്നത്. അടിപൊളി. നമ്മളിങ്ങനെ പോയപ്പോഴാണ് ഒരു അതിഥി അതിനങ്ങോട്ട് ചാടി. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ രണ്ട് സൈഡും വെള്ളം, അതിൻ്റെ സെൻറ്ററിൽ കൂടെയുള്ള ഈ വരമ്പിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. സമയം ഏകദേശം 5:30 വൈകുന്നേരം. ഈ മൂഡ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വൈബാണ്. ഇവിടെ ഇപ്പോൾ ഒരു നമ്മുടെ ദുൽഖർ സൽമാൻ നമ്മുടെ സിനിമയിൽ പറഞ്ഞ പോലെ ഒരു കട്ടൻ ചായയും കുടിച്ചിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആഹാ അന്തസ് അല്ലേ? അന്തസ് അല്ലേ വിനോദ? ഇത് കണ്ടോ, ഇതൊരു റെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. നമുക്ക് ഈ കടമക്കുടിയിൽ ഇവിടെ ഇരുന്ന് പ്രകൃതിയൊക്കെ നല്ലോണം ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, നിറയെ കുപ്പികളും കൂടുകളും സിഗരറ്റിൻ്റെ പാക്കറ്റുകളും അതുപോലെ കണ്ടോ ബിയറിൻ്റെ കുപ്പികൾ, അങ്ങനെയുള്ള മദ്യക്കുപ്പികളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ, ഇത്ര നല്ല സ്ഥലങ്ങളൊന്നും നമ്മൾ പ്രകൃതിയെ ഇങ്ങനെ നശിപ്പിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം വെച്ചാൽ നമുക്കത് ഇനി ഇത് നമുക്ക് മാത്രമുള്ളതല്ല, നമ്മൾ വരും ജനറേഷനും കൂടി കൊടുക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ സൂക്ഷിച്ചാൽ മാത്രമേ ഇനി വരുന്ന ജനറേഷനും ഇത് ആസ്വദിക്കാനും എല്ലാം കഴിയുള്ളൂ. ഇനി വരുന്ന എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കൂടുകളും നമ്മൾ കഴിച്ച സാധനങ്ങളുടെ വേസ്റ്റൊന്നും ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലൊന്നും ഇടരുത്. ഇനി റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ വീണിച്ചേട്ടൻ്റെ വീടിൻ്റെ കൂടെ വലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലയിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നമുക്ക് നോക്കിയിട്ട് പോകുന്നുണ്ട്. കൂടുതലും പായലാണ്, മണങ്ങ്, പിന്നെ മണങ്ങുമാണ്, പിന്നെ കുറച്ച് ചെമ്മീനും കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തിപ്പോൾ കൂടുതലും പായലാണല്ലേ, അതുകൊണ്ടാണ് അത് ഇട്ട് കളഞ്ഞത്. ഓ, ഇവിടെ മണങ്ങും കൊഴുവൊക്കെ ഉണ്ടെന്നുണ്ടല്ലേ? എവിടെ? അയ്യോ, ചെറിയ ഞണ്ട്. അങ്ങനെ കടമക്കുടിയിലെ സൺസെറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യനൊക്കെ താഴെ പോയട്ടാ, അത് വേറെ കാര്യം. ആഹാ. അപ്പോൾ നേരം സന്ധ്യയായി, നമുക്ക് പതിയെ കടമക്കുടിയോട് യാത്ര പറയാം.
എല്ലാവരും പറ്റുവാണെങ്കിൽ ഒന്ന് വന്ന് നോക്കണം ഈ സ്ഥലം. നല്ല അടിപൊളി സ്ഥലമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കാണുക. നമ്മൾ ഇറങ്ങാനായിട്ട് തുടങ്ങിയപ്പോൾ ഒരു ചേട്ടൻ വല വീശുന്നു. അപ്പോൾ അത് കാണാതെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് അതും കൂടെ കണ്ടിട്ട് അങ്ങ് പോവാം. എല്ലാം കിട്ടണോട്ടാ? ഇവിടെ എന്ത് മീനൊക്കെ ആയിട്ടാ ഉള്ളത്? ഇവിടെ ഈ വെള്ളത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ചെമ്മീൻ. നമ്മുടെ ചേട്ടനോട് വല വീശാൻ പോവാണ്. പൊളിച്ച്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരുമിച്ച് പാക്കലാം. ഓക്കെ, ബൈ.